എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? മഴയൊക്കെ ആകുമ്പോഴില്ലേ നമുക്ക് എരിവുള്ളതും ചൂടുള്ളതുമായ കുറേ ഫുഡ് കഴിക്കാൻ തോന്നും. എനിക്ക് മഴക്കാലത്ത് പ്രത്യേകിച്ച് ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ, എന്താണെന്നറിയില്ല. അങ്ങനെ ഞാനിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഓർത്തു. ഇവിടെ മഴയല്ല, ചൂടാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഓർത്തു. അങ്ങനെ കുറച്ച് ക്യാരറ്റൊക്കെ എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്ത് ക്യാരറ്റ് പകുതി ഞാൻ കഴിച്ചു തീർക്കും കേട്ടോ. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടായി, പിന്നെ വലിയ പച്ചമുളക് ഉണ്ടായി. ബജ്ജി ഉണ്ടാക്കാൻ വെച്ച് പച്ചമുളകില്ലേ, അധികം എരിവൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം എരിവുണ്ട്. എനിക്കാണെങ്കിൽ നല്ല എരിവും വേണം. പിന്നെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് വെള്ളത്തിലിട്ടിട്ടുണ്ടായി, അതിൻ്റെ തണുപ്പ് പോയപ്പം അതും ചെറുതാക്കി അരിഞ്ഞെടുത്തു. ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് ഒന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ നല്ല രുചിയായിരിക്കും. പക്ഷെ ഞാൻ ആ ഓയിലും കൂടെ വേണ്ടല്ലോ എന്നോർത്ത് ഇത് വെറുതെ ഒന്ന് വേവിച്ചെടുത്തോളൂ കേട്ടോ. പിന്നെ ചോറിനുള്ള റൈസ് ഞാൻ നേരത്തെ കുക്കറിലിട്ട് ഒരു വിസിൽ വരണതിന് മുമ്പ് ഓഫാക്കി ഊറ്റി വെച്ചായിരുന്നു. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഓരോ അരിയും വേറിട്ട് നിൽക്കുന്നു, കറക്റ്റ് പാകമായിട്ട് കിട്ടി. അതെനിക്ക് സന്തോഷമായി, കാരണം അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അത് കുഴഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ എല്ലാം റെഡിയായി. ക്യാരറ്റ്, 3 മുട്ട എടുത്തു, പിന്നെ ഗ്രീൻ പീസ്, പിന്നെ പച്ചമുളക്. ഞാനെൻ്റെ വലിയ ചീനച്ചട്ടീനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊക്കെ വഴറ്റാമേ. അങ്ങനെ ഇതെല്ലാം വഴറ്റി വന്നപ്പം പച്ചക്കറികൾ ഞാൻ സൈഡിലോട്ട് വെച്ചിട്ട് മുട്ടയെ ഞാനൊന്ന് ചിക്കിയെടുത്തു. കാരണം ഇതെല്ലാം നല്ല ഫുൾ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടി, എന്നാലേ ശരിയാവത്തുള്ളൂ. പച്ചക്കറികൾ അധികം വെന്ത് കുഴഞ്ഞു പോകാനും പാടില്ല, ഇങ്ങനെ കടിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വെന്തു. അതിനെ എടുത്തിട്ട് ഞാൻ ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോൾ ഓർത്തത് കുറച്ചുകൂടി ചെറിയ പീസുകളാക്കി അരിഞ്ഞാൽ മതിയായിരുന്നു, അപ്പം കുറച്ചുകൂടെ നല്ല രുചി കിട്ടുമായിരുന്നു. അങ്ങനെ ചിക്കൻ ഇട്ടൊന്ന് ചിക്കി അതിൻ്റെ വെള്ളമൊക്കെ തോർത്തിയെടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട്, എരിവ് കൂടുതൽ വേണ്ടവർക്ക് നല്ലതുപോലെ കുരുമുളക് ഇടാം. എനിക്ക് കുരുമുളകിൻ്റെ എരിവ് അത്ര ഇഷ്ടമില്ല, പച്ചമുളകിൻ്റെ എരിവാണ് പിന്നെയും എനിക്കിഷ്ടം. പിന്നെ ഞാൻ ആ ചോറും കൂടി എടുത്ത് നല്ലതുപോലെ എല്ലാം ചിക്കി തോർത്തിയെടുത്തു. നോക്കിക്കേ, നല്ല ഫ്രൈഡ് റൈസ് ആയില്ലേ? കാണുന്ന പോലെയല്ല, കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന സാധനമാണ് ഇത് നോക്കിയിട്ട്. പിന്നെ ഞാൻ ചില്ലി സോസ് ഒഴിച്ചു, വേണ്ടവർക്ക് സോയാ സോസും ഒക്കെ ആയിരിക്കാം. സോയാ സോസ് എനിക്ക് അത്ര ഇഷ്ടമില്ല, കുറച്ച് ചില്ലി സോസ് ഒഴിച്ചെടുത്തോളൂ. പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ കാന്താരി ഇരിക്കുന്നുണ്ട്, അതും എടുക്കാമെന്ന് ഓർത്തു. നല്ല രുചിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരബദ്ധം പറ്റിയത്, ഫ്രിഡ്ജിൽ നിന്ന് കാന്താരി എടുക്കാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴേ ക്യാപ്സിക്കം ഇരിക്കണോ. ശരിക്കും ഒന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോയത് ആ ഫ്രിഡ്ജിൽ ക്യാപ്സിക്കം ഇരിക്കണുണ്ടല്ലോ, അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്നോർത്താണ് ഞാനിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. എന്ത് ചെയ്യാനാ, അതെടുക്കാനും മറന്നായി. സാരില്ല, വേറെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. നിങ്ങളൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും. അപ്പം നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.